ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇന്ന് എവിക്റ്റഡായി വന്ന ജിസേൽ ആദ്യമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. ഞാൻ ജിസേൽ തക്രാൽ 64 ദിവസത്തിന് ശേഷം ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നു. എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ആരാണെന്നുള്ള ചോദ്യത്തിന് ജിസേൽ തരുന്ന മറുപടി, എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ അനീഷേട്ടനാണ്. ഒരു കോണ്ടന്റ് ഇല്ലെങ്കിലും അനീഷേട്ടൻ കോണ്ടന്റ് ഉണ്ടാക്കും. വെള്ളം എടുത്തോ, സ്റ്റോർ റൂമിൽ പോയില്ലെന്നുണ്ടെങ്കിൽ, മാവിൽ മുടിയുണ്ടെങ്കിൽ, ഇതിനെല്ലാം എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് അനീഷേട്ടൻ ഒരു 5 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യം അനീഷേട്ടൻ കോണ്ടന്റ് ഉണ്ടാക്കുമെന്ന് ജിസേൽ പറയുന്നുണ്ട്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ വിധി എന്നുള്ള ചോദ്യത്തിന് ജിസേൽ പറഞ്ഞ മറുപടി, അവൾ എവിടെ ടാസ്ക് ചെയ്താലും അവൾ ഫെയിലാവും. അത് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്, അത് അനുമോളാണ്. എനിക്കങ്ങനെ പറയാൻ ഇഷ്ടമല്ല, എന്നാലും അനുമോളാണ്. ബിക്കോസ് ഇത്രയും ദിവസമായിട്ട് ഒരു ടാസ്ക് പോലും അവൾ ജയിച്ചിട്ടില്ലെന്നും ജിസേൽ പറയുന്നു. 64 ദിവസമായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇതുവരെയും അവളുടെ അടുത്ത് നിന്ന് നല്ലൊരു ടാസ്ക് ജയിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാനും പ്രതീക്ഷിക്കുകയാണ് അവൾ ടാസ്ക് ജയിക്കുന്നത്. അങ്ങനെ പവനായി ശവമായി എന്നുള്ള ചോദ്യത്തിന് ജിസേൽ പറഞ്ഞ മറുപടി, അത് ലക്ഷ്മി ആയിരിക്കും. കാരണം ലക്ഷ്മി ഓർക്കുന്ന അവൾ എന്തോ വലിയ ഗെയിമറാണെന്നൊക്കെയാണ്. ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവളുടെ സൈഡിൽ നിന്ന് ഒരു സെൻസിബിൾ കോണ്ടന്റ് വരുന്നെന്നുള്ളത്. രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അവിടെ പോയിട്ട് ഇച്ചിരി എണ്ണ കോരി ഒഴിച്ചിട്ട് സ്വന്തം കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കും. സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാകണം എന്നുള്ള ചോദ്യത്തിന് ജിസേൽ പറഞ്ഞ മറുപടി, അതായിരിക്കണം ഷാനവാസ്. അത് അയാൾ അവിടെ ഒരു മൂവി ഉണ്ടാക്കിയിട്ട് എല്ലാം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ത്രോ ചെയ്യുന്നുണ്ട്. അയാളുടെ ആക്ഷൻ ആവട്ടെ, അയാളുടെ പ്രവൃത്തി ആവട്ടെ, അയാളുടെ സ്റ്റൈലാവട്ടെ, അത് ഷാനവാസ് തരുന്നുണ്ടെന്ന് ജിസേൽ പറയുന്നു. നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കി, ഞാൻ വക്കീലുമായിട്ട് വരാം. ഇതിൻ്റെ മറുപടി ജിസേൽ പറയുന്നത്, അത് അക്ബറാണ്. അക്ബർ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവട്ടെ, പക്ഷേ വിശ്വാസക്കുറവുണ്ട്. ആര്യനും വിശ്വാസക്കുറവുണ്ട്, എനിക്കും വിശ്വാസക്കുറവുണ്ട്. അവൻ എന്തെടുത്ത് തിരിച്ചു പിടിക്കുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ലെന്നും ജിസേൽ പറയുന്നുണ്ട്. ഒരു വാക്ക് കിട്ടിയാൽ അവരെ എന്താക്കി മാറ്റുമെന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ലെന്ന് ജിസേൽ പറയുന്നു. എന്താടോ വാര്യരെ ഞാൻ നന്നാവട്ടെ എന്നുള്ള ചോദ്യത്തിന് ജിസേൽ പറഞ്ഞ മറുപടി, അതായിരിക്കും സാബുമാൻ. വന്ന വീക്ക് മുതൽ അയാൾ പറയുന്നുണ്ട്, ഫസ്റ്റ് വീക്ക് ആവട്ടെ, സെക്കൻഡ് വീക്ക് ആവട്ടെ, ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാനിങ്ങനെ മാറിയിട്ടുണ്ട്, ഞാനിങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഗെയിം മനസ്സിലായില്ല അയാൾക്കെന്ന് ജിസേൽ പറയുന്നുണ്ട്. അയാൾക്ക് ബോഡിയുണ്ട്, ആക്റ്റീവ്നെസ് ഉണ്ട്, എല്ലാം ഉണ്ട് ഈ ബിഗ് ഹൗസിന് വേണ്ടി. പക്ഷേ മനസ്സവിടെ ഇല്ലെന്ന് ജിസേൽ പറയുന്നു. മനസ്സെന്തോ പറന്നുപോയി, അവൻ ഇതുവരെ ഗെയിം മനസ്സിലാക്കി കളിക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറയുന്നു. അയാളെ പ്രേക്ഷകർ കുറച്ച് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ഗെയിം ഇതുവരെ മനസ്സിലായിട്ടില്ല, അതുപോലെ കളിച്ചു തുടങ്ങിയിട്ടില്ലെന്നും ജിസേൽ പറയുന്നുണ്ട്.